മാർക്കോയും എന്തോ ദൈവികതയുള്ള കൂട്ടത്തിലാ. അല്ലെങ്കിൽ എങ്ങനെയാ ആ സമയത്ത് അവിടെ ഓടിയെത്താൻ പറ്റുന്നത്? അത് തന്നെ ഞാൻ ആലോചിക്കുന്നേ. അയ്യോ, ഇത് അവന്മാരല്ലേ? സിസ്റ്ററെ, ഇതെന്താ പറ്റിയേ? ഒന്നും അറിയത്തില്ല. എവിടെ തല്ലുകൊണ്ട് കിടന്നവരെ കുറച്ച് ആൾക്കാർ കൂടി ആംബുലൻസിൽ കൊണ്ടുവന്നതാ. ഈ ദിവസം മാർക്കോയും അനന്തുവേട്ടനും ലേഖയൊന്നും ഇല്ലാത്തതിന്റെ നല്ല വിഷമമുണ്ട്. അവർക്കൊക്കെ മധുരം വിളമ്പിയതിന്റെ സന്തോഷമായിരിക്കും ഈ വാർത്ത അറിയുമ്പോൾ. അതുപോലുള്ള നല്ല നല്ല സുഹൃത്തുക്കൾ അരികിലുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. അനന്തവും ലേഖയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നറിയാം. മാർക്കോ പക്ഷേ ഒരു ദൈവദൂതനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പയ്യനാണ്. അവനെ എന്നും മുറുകെ പിടിക്കണം. ഇതുപോലെ ദൈവികാംശമുള്ള ഒരു പയ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ശരിയാണ് സർ, അത് എനിക്ക് എന്റെ അനുഭവത്തിലൂടെ മനസ്സിലായതാ. അപ്പോഴേ രണ്ടാളും ഒരു കാര്യം ഓർമ്മിക്കണം. കണ്ണന്റെ കാലിന് സ്വാധീനമുണ്ടാവുന്നതിന് മുൻപ് തന്നെ കണ്ണനെയും മഹാലക്ഷ്മിയെയും പലതവണ കൊല്ലാൻ നോക്കി നിങ്ങളുടെ ശത്രുക്കൾ, പ്രത്യേകിച്ചും മഹാലക്ഷ്മിയെ. ഈ അവസാന നിമിഷം വരെ അതുണ്ടായി. ആ ബോധത്തോടെ വേണം മുന്നോട്ട് പോകാൻ. കണ്ണന്റെ കാലിന് സ്വാധീനമുണ്ടായെന്ന്, കണ്ണൻ എഴുന്നേറ്റ് നടന്നെന്ന് കണ്ണന്റെ ശത്രുക്കൾ ആരും അറിയാൻ പാടില്ല. ഇനിയും മരുന്നുകൾ ഒരുപാട് കഴിക്കണം. മരുന്നുകൾ ദേഹത്ത് തേച്ചു പിടിപ്പിക്കണം. അതുവരെ മറ്റുള്ളവർ ഇത് അറിയാത്തതാണ് നല്ലത്. എന്നുവെച്ചാ വീട്ടിനകത്തും ഈ നാട്ടിലും സഞ്ചരിക്കുമ്പോൾ കണ്ണൻ വീൽ ചെയറിൽ തന്നെ യാത്ര തുടർന്നാൽ മതി. അത് സാറ് പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്തോളൂ. ഇത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അമിത സന്തോഷമാണ്. പക്ഷേ അതിന്റെ ഇരട്ടി ദുഃഖ ഞങ്ങളുടെ എതിരാളികൾക്ക്. അപ്പൊ പിന്നെ ഇതൊക്കെ രഹസ്യമാക്കി വെച്ച് പറ്റത്തുള്ളൂ സാർ. എന്നാ പിന്നെ ഇനി വച്ച് താമസിപ്പിക്കണ്ട. 41-നോ അത് കഴിഞ്ഞോ മല ചവിട്ടിക്കോ. അതുപോലെ തന്നെ അതുവരെ രണ്ടാളുടെയും സ്നേഹം അതിരുവിടണ്ട. കണ്ണൻ സ്വാമിയാണ്. അറിയാം സർ. സത്യം പറയാമല്ലോ, എന്റെ ജീവിതത്തിൽ എന്റെ 10-45 വർഷത്തെ ഈ സേവനത്തിനിടയിൽ ഇതുപോലൊരു രംഗത്തിന് എനിക്ക് സാക്ഷിയാവേണ്ടി വന്നിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനത്തിന്റെ നിമിഷമാണ്. സത്യമാ കണ്ണ, താനിവിടെ വരുമ്പോ എനിക്ക് 1% പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവിടുന്നാണ് ഈ അവസ്ഥയിൽ താൻ നടന്നെത്തിയത്. അതിൽ ദൈവത്തിന്റെ കയ്യൊപ്പുമുണ്ട്. പലപ്പോഴും ഗുണ്ടാ ആക്രമണവും സ്വപ്നവും ഒക്കെ തന്നെയാ തന്നെ വേഗത്തിൽ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എല്ലാത്തിനും നന്ദി പറയേണ്ടത് മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്ന അയ്യപ്പസ്വാമിയോടാണ്. അതിലുപരി ഈ മോള് വിശ്വസിക്കുന്ന ദൈവങ്ങളോടാണ്. ഹൃദയം കൊണ്ടിങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ അധികം ഉണ്ടാവില്ല. അതിൽ തനിക്ക് അഭിമാനിക്കപ്പെടൂ. ഇങ്ങനൊരു ഭാര്യ കൂടെയുള്ളപ്പോ തനിക്ക് തന്റെ കാലശേഷമല്ല, ഇവിടെ ജീവിക്കുമ്പോൾ തന്നെയാ തന്റെ മുൻപിൽ സ്വർഗമുള്ളത്. ഇനി രണ്ടാളും പോയി കിടന്നോളൂ. ആ കേക്ക് നാളെ രാവിലെ ഇവിടുത്തെ പേഷ്യൻസിനും മറ്റുള്ളവർക്കും ഒക്കെ കൊടുക്കാം. സർ, നന്ദിയുണ്ട്. ഒരുപാട് നന്ദി പ്രകടനം നടത്തിയല്ലോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോ എന്റെ പേഷ്യന്റ് അല്ല, എന്റെ ബന്ധുക്കളാണ് എന്റെ ഈ മക്കൾ.
ഇനി കണ്ണൻ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ടല്ല, മഹാലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് താൻ ഇനി നടക്കേണ്ടത്. മനസ്സിലായോ? അറിയാം സാർ. എന്നാ ചെന്നാട്ടെ. നോക്കടോ ആ പോക്ക്. അതിനു വേണ്ടിയിട്ടാ ഇവിടുത്തെ ജീവനക്കാരും നമ്മളും ഒക്കെ രാപ്പകലില്ലാതെ അധ്വാനിച്ചത്. അതിന് ഫലം കണ്ടു. മോനെ, ചായ. ആ, ചായ കുടിക്കേ. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോ? വിളിച്ചു. ഫലം പഴയത് തന്നെ. നമുക്ക് സന്തോഷിക്കാൻ വകയൊന്നുമില്ല. ഇന്നലെ കൃത്യമായിട്ട് ഗുണ്ടകൾ അവളെ തട്ടിക്കൊണ്ടുപോയതാ. എന്നിട്ടിപ്പോ ആ ഗുണ്ടകള് തല്ലും കൊണ്ട് ഹോസ്പിറ്റലിലാന്നാ പറയുന്നത്. അപ്പോ അവക്കൊന്നും സംഭവിച്ചില്ലേ? ഒന്നും അറിയത്തില്ല. ഇന്നലെ കൃത്യമായിട്ട് ഗുണ്ടകൾ അവരെ തട്ടിക്കൊണ്ടു പോയിരുന്നല്ലോ. അതിനുശേഷം ആ സന്തോഷം പങ്കുവെക്കാൻ അച്ഛൻ എന്നെ വിളിച്ചായിരുന്നല്ലോ. അതറിഞ്ഞിട്ടല്ലേ നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയത്. കാലന് പോലും അവളെ വേണ്ടതായോ? ആ മാർക്കോയും കൂട്ടരും ഒക്കെ ഏട്ടന്റെ ഏട്ടത്തിന് പിന്നാലുണ്ട്. അത് അറിഞ്ഞു വെച്ചിട്ട് ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ നിന്റെ അച്ഛൻ കേൾക്കത്തില്ലല്ലോ. അവളുടെ പുക കണ്ടാലേ എനിക്ക് സമാധാനം വരുള്ളൂന്ന് എന്റെ അച്ഛന് നന്നായിട്ട് അറിയാം. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛനും മുത്തശ്ശിയും എന്തും ചെയ്യും. എന്നാലും ആ ഗുണ്ടകൾക്ക് എന്താ മോളെ സംഭവിച്ചത്? എങ്ങനെയാണ് അവൻ ചാടി വന്നതെന്ന് അറിയില്ല സാറേ. ഞങ്ങളെ തല്ലിച്ചതച്ചു മാർക്കോ. അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നു. നിന്നെയൊക്കെ കണ്ട അവനേക്കാൾ ആരോഗ്യമുണ്ടല്ലോടാ. പിന്നെ എങ്ങനെയാടാ നിങ്ങളെ അവൻ തല്ലിച്ചതച്ചത്? ഒന്നും അറിയത്തില്ല സാറേ. അന്തരീക്ഷത്തിലൂടെ അവന്റെ കൈയും കാലുകളും പോകുന്നതേ ഞങ്ങൾ കണ്ടുള്ളൂ. കൊടുങ്കാറ്റ് വരുന്ന പോലൊരു വരവായിരുന്നു. പിന്നെ ബോധം പോയിട്ട് അത് വന്നത് എപ്പോഴാണെന്ന് പോലും അറിയത്തില്ല സാറേ. നീയൊക്കെ ഇത് നിസ്സാരമാണെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. അതുകൊണ്ടാണ് നിന്നോടൊക്കെ ഞാൻ പറഞ്ഞത് മാർക്കോ ഒരു കാരണവശാലും അവളെ തട്ടിക്കൊണ്ടു പോകുന്ന വിവരം അറിയരുതെന്ന്. അവനെ അറിയിച്ചോണ്ടല്ലോ സാറേ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയത്. പിന്നെ അവൻ ഏതിലെ വന്നെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എടാ, അവനും അവന്റെ കൂട്ടാളികളും ഒക്കെ ഇപ്പൊ അവളുടെയും അവളുടെ കെട്ടിയോന്റെയും ഒക്കെ അംഗരക്ഷകരാ. അവന്മാരൊക്കെ കാലാൽപ്പടകളാ. അതുകൊണ്ട് കാലനെ പോലെ എപ്പോഴും പിന്നാലെ ഉണ്ട്. അവരുടെ ജീവൻ എടുക്കാനല്ല, അവരുടെ ജീവൻ എടുക്കാൻ വരുന്നവരുടെ ജീവൻ എടുക്കാൻ. ആ, ഇനിയിപ്പൊ നാടൻ മുട്ട ഒരുപാട് വാട്ടി കുടിക്കേണ്ടി വരും. വേണ്ടി വരും സാറേ. കുരുമുളകിട്ട പച്ചമുട്ട തന്നെ കുടിക്കേണ്ടി വരും. ആ, കുടിക്ക്. കാശ് ഒരുപാട് കയ്യിലുണ്ടല്ലോ, അതിനി തിരിച്ചു തരത്തില്ലല്ലോ. സാറേ ബാക്കിയും കൂടെ തരണേ സാറേ. ഓ, തരാടാ, തരാം. എന്റെ വായിരിക്കുന്നൊന്നും കേൾക്കരുത് നീ. സാറേ കൂടുതൽ ചൂടായാലേ ഞങ്ങളെ കാണാൻ പോലീസ് വരും. എന്താ സംഭവിച്ചതെന്നറിയാൻ. ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിനെ വിവരം അറിയിച്ച് കാണുമല്ലോ. അപ്പോ ഞങ്ങൾ നടന്ന അങ്ങ് പറയും. പിന്നെ മാർക്കോയുടെ വിവരം പറയും. ശരി, എന്താന്ന് വെച്ചാൽ അങ്ങ് തന്നേക്കാം. പക്ഷെ ഒരു മയത്തിലൊക്കെ ചോദിക്കണം. ബാക്കി തരാനുള്ളത് ഇങ്ങ് തന്നാ മതി. അതിന് നീയൊക്കെ പറഞ്ഞ കാര്യം ചെയ്തില്ലല്ലോടാ. അതൊക്കെ ഈ ജോലിയുടെ ഭാഗമോ സാറേ. ചിലപ്പോ നടക്കും, ചിലപ്പോ നടക്കില്ല. നടന്നാലും നടന്നില്ലെങ്കിലും ഞങ്ങളുടെ മേല് നൊന്താൽ ഞങ്ങൾക്ക് അതിനുള്ള നഷ്ടപരിഹാരം തരണം. ഇല്ലെങ്കിൽ അതിന്റെ 10 ഇരട്ടി നഷ്ടം സാറിനുണ്ടാവും. ശരി, പെട്ടുപോയില്ലേ? അതുകൊണ്ട് തന്നെടാ നിന്റെയൊക്കെ ചങ്ക് കലങ്ങിപ്പോയത്.
എന്തായടാ എന്തായി? നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് അമ്മേ കാര്യങ്ങൾ വന്നത്. അവളുടെ അംഗരക്ഷകൻ തന്നെയാ ഇവിടെ കിടക്കുന്നവന്മാർക്ക് അംഗവൈകല്യം ഉണ്ടാക്കിയത്. അംഗരക്ഷകനോ? ആരാ അമ്മേ? അവളുടെ കെട്ടിയോന്റെ ഒക്കെ അംഗരക്ഷകൻ ആരാ? മാർക്കോ. അവൻ തന്നെ ഇവന്മാരെ പഞ്ഞിക്കിട്ടത്. നിന്റെ പേരെങ്ങാനും അവന്മാർ ആ മുട്ടാളിനോട് പറഞ്ഞോടാ? പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞേ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാൻ നോക്കാം. ആശുപത്രിയിലായതുകൊണ്ട് തല്ലുകൊണ്ടാലും ചാകത്തൊന്നും ഇല്ലെന്ന് അവനറിയാം. അതുകൊണ്ട് ചിലപ്പോ വന്നു തല്ലി ചതച്ചെന്നും വരും. ഒരുതൻ ഇപ്പോഴും വീൽ ചെയറില്ല, ആ വാമദേവൻ. ഇനി അതിന്റെ കൂടെ നമുക്കും ആ അവസ്ഥ ഉണ്ടായാലേ ചിരിക്കാൻ ആൾക്കാർ ഒരുപാടുണ്ടെന്ന് ഓർമ്മ വേണം. മേഘം പറയുന്ന ഒരു കാര്യം ശരിയാ. ഈ മാർക്കോയെ തീർക്കാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ലമ്മേ. എടാ, അവനെ തീർക്കാൻ നോക്കിയാലേ അവൻ നമ്മളെ തീർക്കത്തേ ഉള്ളടാ. അത് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? എടാ, അവനൊക്കെ സാത്താൻ കൂടിയ ജന്മമാടാ. അതുകൊണ്ടാണ് ലക്ഷ്മിക്ക് അതുപോലെയുള്ളവന്മാരെ കൂട്ടുകിട്ടിയത്. ഓരോന്ന് തുടങ്ങി വെക്കുമ്പോ വലിയ വലിയ പ്രതീക്ഷകളമ്മേ. പക്ഷേ അതിന്റെ അവസാനം അതിന്റെ ഇരട്ടിയായിട്ടാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ. പ്രതാപ, ഇനി ആൾക്കാരെ ഒന്നും അവളുടെ പിന്നാലെ വിട്ടിട്ട് കാര്യമില്ല. എടാ പ്രതാപ, അവൾക്ക് 5 വയസ്സുള്ളപ്പോ അവൾക്ക് കിട്ടിയ ആ അയ്യപ്പന്റെ ശക്തി അവളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആവാഹിച്ച് കളയാതെ അവളുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് നുള്ളിയിടാൻ പോലും നമുക്ക് പറ്റത്തില്ലടാ പ്രതാപ. അമ്മ എന്താന്ന് വെച്ചാ പറഞ്ഞോ, അതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ തന്നെ കാശ് ഒരുപാട് പോയി. കൃത്യം ചെയ്തിട്ട് വന്ന നല്ലൊരു തുക അവന്മാർക്ക് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് അതിപ്പോ അവന്മാർക്ക് വേണമെന്ന്. അതിന് നീ അഡ്വാൻസ് കൊടുത്തതല്ലേ? അതൊന്നും പോരെന്നമ്മേ, ബാക്കിയൂടെ കൊടുക്കണമെന്നാ പറയുന്നേ. കണക്കായിപ്പോയി. എടാ, അവന്മാരെ നല്ല ഗുണ്ടകളൊന്നും അല്ലടാ. അങ്ങനെ ആയിരുന്നെങ്കിൽ പൈസ ചോദിക്കില്ലെന്ന് മാത്രമല്ല, ചിലപ്പോ മുൻകൂറായിട്ട് നമ്മളോട് വാങ്ങിച്ച തുക അവര് തിരിച്ചു തന്നേനെ. അമ്മേ, അത് തിരിച്ചു വേണ്ട. പക്ഷെ വലിയൊരു തുക വീണ്ടും വേണമെന്ന് പറയുന്നത് അന്യായല്ലേ? എടാ, കൊടുക്കരുത്. കൊടുത്തില്ലെങ്കിൽ ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് പോലീസിനോടും മാർക്കോടും പറയുന്ന അവന്മാർ പറയുന്ന. പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി അമ്മേ. നിന്റെ ബുദ്ധി വികസിച്ചിട്ടില്ലെന്ന് ഇതുകൊണ്ടാ ഞാൻ പറയുന്നേ. കാശ് പോയത് പോട്ടെ എന്ന് വെക്കാം. പക്ഷെ ഇതുപോലുള്ള ചതിയന്മാരെ ഓരോന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാലേ അവന്മാർ ഇതുകൊണ്ട് ജീവിക്കാൻ നോക്കും. ഇനിയിപ്പൊ നീ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞാലേ വീണ്ടും ഇത് വെച്ച് വില പേശിയാലോ? എങ്കിൽ പിന്നെ അവന്മാർക്കെതിരെ ഞാൻ കൊട്ടേഷൻ കൊടുക്കും. കൊള്ളാം. അങ്ങനെ കയ്യിലുള്ള പൈസ മുഴുവനും കളയും, തീർക്കും. നീ കൊട്ടേഷൻ എടുത്തിട്ടേ ഇതുപോലെ ഒരുപാട് പൈസ ഉണ്ടാക്കിയില്ലേ? അതൊക്കെ അങ്ങ് പോവാന്ന് കരുതിക്കോ. സാറേ, എന്തോ സന്തോഷമുണ്ടെന്ന് പറഞ്ഞല്ലോ കണ്ണനെ വിളിച്ചപ്പോ. എന്താ സാറേ? ചെന്ന് നോക്ക്. സാറേ, അവൻ നടന്നു തുടങ്ങിയോ സാറേ? അതൊക്കെ കണ്ണന്റെ അടുത്തെത്തുമ്പോ തനിക്കറിയാൻ കഴിയടോ അനന്തു. അല്ല, സാറ് വല്ലാത്തൊരു ആത്മവിശ്വാസത്തിലായിരുന്നു. അവന്റെ പിറന്നാൾ ദിവസം അവൻ നടക്കാൻ കഴിയുമെന്ന്. താൻ ആദ്യം കണ്ണനെ പോയി ഒന്ന് കാണ്. അതിനുശേഷം അതിനെപ്പറ്റിയൊക്കെ വിശദമായി സംസാരിക്കാം. സാർ ആകെ എന്നെ സസ്പെൻസ് ആക്കുവാണല്ലോ. എടോ അനന്തു, ഇന്നലെ രാത്രി കേക്കൊക്കെ കട്ട് ചെയ്തിരുന്നു. അതിന്റെ വിഷ്വൽസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ തന്നെ കാണിക്കാം. ആ സമയത്ത് താനൂടെ വേണമായിരുന്നു. അല്ല, ഞാൻ സാറിനെ രാത്രി 11 മണിക്ക് വിളിക്കുന്ന സമയത്ത് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വരാതിരുന്നത്. അമിത പ്രതീക്ഷയായിരുന്നു ഇന്നലത്തെ ദിവസം മഹാലക്ഷ്മിക്ക് കണ്ണനൊക്കെ. ആ നിലയ്ക്ക് സാറിന്റെ വാക്ക് കേട്ടപ്പോ വലിയ നിരാശ തോന്നി. എനിക്ക് ഇത്രയും നിരാശ ഉണ്ടായെങ്കിൽ
അതിന്റെ ഇരട്ടിയായിരിക്കുമല്ലോ മഹിക്കും കണ്ണനൊക്കെ. അതുകൊണ്ട് ആ നേരത്തെ അവരെ ഒന്ന് കാണണ്ടെന്ന് കരുതിയാ വരാതിരുന്നേ. എന്നാൽ ഇനി അവരെ കണ്ടിട്ട് അവരുടെ നിരാശയുടെ പകുതി താൻ പിടിച്ചു വാങ്ങിക്കോ. അത് ശരി. അപ്പോ കാര്യമായ പുരോഗതിയൊന്നും ഇല്ലല്ലേ? ആരാ നോക്ക്. ആഹാ, അനന്തവേട്ടനായിരുന്നോ? എന്തായി? അത് ഇവിടെ എന്തോ അത്ഭുതം നടന്നു എന്നാണല്ലോ നീ പറഞ്ഞത്. പിന്നെ തോമസ് സാറിനെ കണ്ടപ്പോ അതിന്റെ സന്തോഷമൊന്നും കണ്ടില്ല. നിനക്കൊരു മാറ്റമില്ല കണ്ണാ? മാറ്റം ഉണ്ടോന്ന് ചോദിച്ചാ ദേ ഇത്രയും മാറ്റമുണ്ട്. മഹി, കണ്ണാ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പരസഹായം ഇല്ലാതെ ഇതുപോലെ നടക്കാം. എന്നിട്ട് എന്താണ് എന്നോടൊന്നും പറയാതിരുന്നത്? ഇത്രയും സമയം മനുഷ്യനെ വെറുതെ ടെൻഷനാക്കി. ഇന്നലെ രാത്രി അനന്തവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണേട്ടന്റെ ബർത്ത്ഡേ കേക്കിന് ഒരു കഷ്ണം കഴിക്കായിരുന്നു. ഇപ്പോഴും അത് ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട് തോമസ് സാർ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിടയ്ക്ക് മാർക്കോയെ വിളിച്ചായിരുന്നു. അപ്പോഴാ അവൻ ഇന്നലെ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ കഥയൊക്കെ പറഞ്ഞത്. ഭാഗ്യമൊക്കെ ഇവിടെ വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊള്ളാനാ അവൻ എന്നോട് പറഞ്ഞത്. ഇന്നലെ രാത്രി സംഭവബഹുലമായിരുന്നടാ. എനിക്ക് വേണ്ടി ഇന്നലെ രാത്രി മാറ്റിവെച്ച തോമസ് സാറിന് നിരാശനാവേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മരുന്ന് ഫലിക്കുന്നില്ല എന്നൊരു തോന്നല് അദ്ദേഹത്തിനും എനിക്കും ഒക്കെ ഉണ്ടായി. അതിനിടയിലാ ഇയാളെ ആരെ തട്ടിക്കൊണ്ടുപോയെന്ന് സ്വപ്നം കണ്ടതും ഞാൻ എഴുന്നേറ്റ് നടന്നതും. ഇനി കണ്ണേട്ടൻ നടന്നു മല കയറുന്നാ പറയുന്നേ. അല്ല, അത്രയും സാഹസം കാണിക്കണോടാ? അയ്യപ്പസ്വാമിക്ക് ഞാൻ നടന്നു മല കയറണമെന്ന് തന്നെയാ. പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ എന്തിനാ അയ്യപ്പ സന്നിധിയിൽ പോയി നിൽക്കുന്നത്? അത് ദൈവം നിന്നയാ. അതുകൊണ്ട് മാർക്കോയ്ക്കും സാഗറിനും ലോപ്പസിനൊപ്പം ഇനി നടന്നു മല കയറാനാ എന്റെ തീരുമാനം. അല്ല,
മഹിയുടെ അമ്മയൊക്കെ ഇത് അറിഞ്ഞായിരുന്നോ? ഹേയ് ഇല്ല, ഞങ്ങൾ നേരെ വീട്ടിലോട്ടാ പോകുന്നെ. അവിടെ ചെന്നിട്ട് അനന്തവേട്ടൻ കണ്ട പോലെ അമ്മയും കണ്ടിട്ട് നടന്നു വരുന്നത്. എടാ, ഈ പുണ്യസ്ഥലത്ത് വന്നതുകൊണ്ടാ ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചത്. അതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ തോമസ് സാർ പറയുന്നത് ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നോണ്ടാ ഇതൊക്കെ സംഭവിച്ചെന്നാ. അത് 100% സത്യം.